മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ നമ്മുടെ ആദില, നൂറ, ഷാനവാസ് ഇവർ മൂന്നുപേരും ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്യില്ലെന്ന ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. കാരണം ഇവർ അനുമോൾക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മുടെ നൂറ പറയുന്നത്, വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം അനുമോൾക്ക് മാസീവ് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അനുമോളുടെ ക്യാരക്ടർ ആകെ മാറിപ്പോയി. ഇപ്പോൾ വളരെ ആക്റ്റീവും അതുപോലെ തന്നെ ബോൾഡുമാണ്. ഒരിക്കലും അതിനുശേഷം അവൾ കരഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവൾ ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത്, മാറ്റി മാറ്റി പറയുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. അനുമോൾക്ക് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ടെന്ന ഡൗട്ട് ഇവർക്ക് 3 പേർക്കുമുണ്ട്. അതുപോലെ തന്നെ ആദിലയ്ക്ക് ശൈത്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ ഇതിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ലെന്നാണ് നമ്മുടെ ആദില പറയുന്നത്. അതുപോലെ തന്നെ അനുമോൾ പലതും ഇപ്പോൾ പല രീതിയിലാണ് സംസാരിക്കുന്നത്. കാരണം ഇവരെ ഇപ്പം നമ്മുടെ കിച്ചൺ ടീമിൽ നിന്ന് ബാത്റൂം ടീമിലേക്ക് ആക്കിയല്ലോ. രാവിലെ അനുമോളെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വിളിച്ചപ്പോൾ അനുമോള് പറഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് ക്ലീൻ ചെയ്തോളാം എന്നാണ്. എന്നാൽ ഉച്ചയായപ്പോൾ പോയി വിളിച്ചപ്പോൾ അനുമോള് പറഞ്ഞത് ഞാൻ കുളിച്ച ടൈമിൽ ഒരു ബാത്റൂം ക്ലീൻ ചെയ്തു, അതുകൊണ്ട് എൻ്റെ പണി കഴിഞ്ഞു എന്നാണ്. പക്ഷേ അതെങ്ങനെ ശരിയാകുമെന്നാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്. അനുമോളുടെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലുമെല്ലാം വളരെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കൂടുതലും അനുമോള് നമ്മുടെ വൈൽഡ് കാർഡുകളുടെ കൂടെയാണ്. അതുകൊണ്ട് ഇനി മുതൽ അനുമോളെ എന്ത് പ്രശ്നം ഒപ്പിച്ചാലും എന്ത് കാര്യത്തിനും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ഷാനവാസും ആദിലയും നൂറയും. എന്ന് കരുതി അനുമോളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തൊന്നുമല്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഇനി യാതൊരു കാര്യത്തിലും ഇടപെടുകയില്ല. അനുമോൾക്ക് അനുമോളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം.